എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ. എനിക്ക് വരാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ ഒരു പരിപാടി ദുബായിലത്ത് ക്യാൻസൽ ആയതുകൊണ്ടാണ് ഇന്നിവിടെ വരാൻ പറ്റിയത്. മണിമായം ടീമുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധമുണ്ട്, പ്രത്യേകിച്ച് മണികണ്ഠനായിട്ട്. മണികണ്ഠൻ 22 വർഷങ്ങൾക്ക് മുമ്പ് മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വരുന്നത് മീശമാധവനിലൂടെയാണ്. അതിനു മുമ്പ് മണികണ്ഠൻ എനിക്ക് പരിചയമുണ്ട്. മണികണ്ഠൻ ഒരു സിനിമയിൽ നായക വേഷം അഭിനയിച്ചിട്ട് അതിൻ്റെ തിരക്കഥാ രചനയിലൊക്കെ ഭാഗമായിട്ട് ഒരു സിനിമ. അപ്പം എൻ്റെ എഡിറ്റർ രഞ്ജൻ അബ്രഹാമാണ് ഇയാളെന്ന് പരിചയപ്പെടുന്നത്, നല്ല മിടുക്കനാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വിടുന്നത്. മൺകോലങ്ങൾ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിൽ നായകനായിരുന്നു മണികണ്ഠൻ. അപ്പം മീശമാധവനിലേക്ക് വന്നു. അപ്പം അന്ന് ഞാൻ മണികണ്ഠനോട് പറഞ്ഞു, കുറച്ച് കൂടുതൽ കാലം സിനിമയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മണികണ്ഠനൊക്കെ. കാരണം സത്യേട്ടൻ്റെ പടങ്ങൾ കാണുമ്പോൾ അതിൽ ഉണ്ടായിരുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കഥാപാത്രങ്ങൾ അഭിനയിച്ചിരുന്ന ശങ്കരാടിച്ചേട്ടൻ, ഒടുവിലേട്ടൻ, അതുപോലെയുള്ള ഇന്നസെൻ്റ് ഏട്ടൻ, മാമുക്ക, അങ്ങനെ അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ ഒരു പ്രായം വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മണികണ്ഠനൊക്കെ സിനിമയിൽ എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അത് അറം പറ്റിയ പോലെ. പക്ഷെ അതിനു മുൻപ് മറിമായം എന്ന് പറയുന്ന പരിപാടി വരെയും ഏതൊരു സിനിമാ താരത്തിനേക്കാൾ കേരളത്തിൽ പോപ്പുലറായിട്ടുള്ള ആക്ടറായിട്ട് മണികണ്ഠനും സംഘവും മാറി. സ്നേഹ എൻ്റെ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മണികണ്ഠൻ ഒരു കാലത്ത് എൻ്റെ സിനിമയിലെ എൻ്റെ സ്ഥിരം നടന്മാരിൽ ഒരാളായിരുന്നു. അവരിപ്പോൾ ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യാൻ പോവുകയാണ്. മണികണ്ഠൻ എഴുതും എന്നെനിക്ക് നേരത്തെ അറിയാം. ഞാനും മണികണ്ഠനും കൂടിയിട്ടൊരു സിനിമ മുമ്പ് പ്ലാൻ ചെയ്തിരുന്നു. നല്ല വായനയൊക്കെയുള്ള ആളാണ്. അപ്പോൾ TV കൊച്ചുബാബയുടെ പടിവാതിൽ എന്ന് പറയുന്നൊരു കഥ മണികണ്ഠൻ സ്ക്രിപ്റ്റാക്കിയിട്ട് എൻ്റെ അടുത്ത് വരെ ഞങ്ങൾ കുറച്ചു കാലം അത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ പിന്നീട് അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ അത് നന്നായി എഴുതിയിരുന്നു മണികണ്ഠൻ. അപ്പോൾ ഇത് വെറുതെ ഒരു മോഹത്തിന് പുറകെയുള്ള ചാടിപ്പുറപ്പെടലാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സിനിമ നല്ല സിനിമയായിരിക്കും. ഇവര് ചെയ്യുമ്പോൾ അതിനൊരു സാമൂഹിക പ്രതിബദ്ധതയും ആക്ഷേപഹാസ്യമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം നല്ല സിനിമയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. മറിമായം എന്നുള്ള പ്രോഗ്രാം മലയാളികളെല്ലാം നെഞ്ഞോടേറ്റിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അത്രയും തന്നെ പ്രതീക്ഷ ഈ സിനിമയുടെ വേദി ഉണ്ടാവും. അതൊരു ചെറിയ ബാധ്യതയാണ്. അത് വിജയിപ്പിക്കാൻ എനിക്ക് കഴിയുന്നത് നേരിടുന്നത് പ്രാർത്ഥിക്കുന്നു.